ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ, മുട്ടത്തോടും പിന്നെ നമ്മുടെ തേയില വെള്ളം തിളപ്പിക്കുമല്ലോ, നമ്മൾ ചായ തിളപ്പിക്കുമല്ലോ, ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. അതായത് നമ്മൾ കളയുന്ന തേയില ഉണ്ടല്ലോ, തേയിലപ്പൊടി, അതും രണ്ടും നമ്മളൊരു ചെപ്പിലിട്ട് സൂക്ഷിക്കുക. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതെടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളിൽ ഇത് ഉപയോഗിക്കുക കേട്ടോ. ചെടികളെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് കറ്റാർവാഴയിലാണേ. കറ്റാർവാഴ, റോസച്ചെടി എല്ലാത്തിനും ഇട്ട് കൊടുക്കും കേട്ടോ കുറേശ്ശെ. അതായത് മുട്ടത്തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യമൊക്കെ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ റോസയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ല എഫക്റ്റ് ആയിരിക്കും. ഇതിട്ടതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ച് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മുടെ ചെടികളിൽ ഇട്ട് കൊടുക്കാറുണ്ട്, നന്നായിട്ട് നനയ്ക്കാറുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കിയെടുത്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ റോസ ചെടിയൊക്കെ നന്നായിട്ട് റോസ കൊലകൊത്തി ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ വേപ്പിനും എല്ലാത്തിനും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കുണ്ടായിട്ടുള്ള കറ്റാർവാഴകളാണ് ഇതൊക്കെ. കണ്ടോ, കറ്റാർവാഴകളൊക്കെ നന്നായിട്ട് നിൽക്കാനായിട്ട് ആ ചട്ടിയിൽ സ്ഥലം തന്നെ ഇല്ല, അതുപോലെയാണ് മുളച്ച് വരുന്നത് കേട്ടോ. മാറ്റി നടാനായിട്ട് നമുക്ക് സ്ഥലവുമില്ല. അപ്പോൾ അതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ കറ്റാർവാഴകളൊക്കെ ഉണ്ടായി വരുന്നുണ്ടോ. അത് ഇതുപോലെ നമ്മൾ മുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഐറ്റം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാവും, മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ മുട്ടത്തോടൊക്കെ നമ്മൾ വെറുതെ കളയാറ് അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ആഴ്ചയിലൊക്കെ ഇങ്ങനെ നമ്മൾ കൂട്ടി വെച്ച് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു സൂത്രം ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള കറ്റാർവാഴയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഈ തണ്ടിനൊക്കെ നോക്കിയാൽ നല്ല വണ്ണമുണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കേണ്ട ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. അതിനടിയിൽ തന്നെ ചെറിയ കറ്റാർവാഴകൾ മുളച്ചും വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ കൂടുതലും ഞാൻ ഈ ഒരു വളം മാത്രമാണ് ഇതിനിട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെടികൾക്ക് നല്ലൊരു വളം കേട്ടോ ഇത്. മിക്ക ഇതിലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടിപ്പാണ് കറ്റാർവാഴയ്ക്ക് ഏറ്റവും നന്നായിട്ട് അനുയോജ്യമായിട്ടുള്ള വളം. വേറെ അങ്ങനെ കറ്റാർവാഴയ്ക്ക് നമ്മളങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ കറ്റാർവാഴയ്ക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, തഴച്ച് വളരും കേട്ടോ കറ്റാർവാഴ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മാറ്റി നടാനുള്ളതാണ്. പല പല ശാഖകളായിട്ടാണ് കറ്റാർവാഴ വരുന്നത് കേട്ടോ. കറ്റാർവാഴ പിടിക്കുന്നില്ല, കറ്റാർവാഴ നന്നായിട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നവർ അധികം വിഷമിക്കേണ്ട. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേപ്പിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മുളകിനൊക്കെ ഈ ഒരു ഐറ്റം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇലകളൊക്കെ നന്നായിട്ട് വരാനും റോസയൊക്കെ നന്നായിട്ട് പൂക്കാനൊക്കെ ഈ ഒരു ഐറ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഒത്തിരി നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ ഈ മുട്ടത്തോട് ഒരു തവണ നമ്മൾ ഇട്ട് കൊടുത്താൽ തന്നെ അത് ഒത്തിരി നാളത്തേക്ക് ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവണ ഇട്ടാൽ പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ, മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വളം തന്നെ വേണ്ട, നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നല്ലതാണ്. ചെടികളുടെ ആരോഗ്യത്തിനും നന്നായിട്ട് കായ്ഫലങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ട് ഈ ഒരു ടിപ്പൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ കറ്റാർവാഴയ്ക്ക് അധികം വെള്ളം വേണ്ട. അധികം വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ചെപ്പിലാണ് നമ്മുടെ മുട്ടത്തൊണ്ടും ചായയിലൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതൊരു അടുക്കളയിലൊരു ഭാഗത്ത് ഞാൻ വെച്ചേക്കും. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മുട്ടത്തോട് അതിൽ ഇട്ട് വയ്ക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും മുട്ടത്തോട്. അങ്ങനെ ആ ഒരു ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് നേരെ അപ്ലൈ ചെയ്യുക. മുളകൊക്കെ കണ്ടോ, നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഈ ഉണ്ടാകുന്ന ആ ഒരു മുളകൊക്കെ നല്ല രീതിയിൽ നല്ല വണ്ണത്തിലൊക്കെ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് പുഷ്ടിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മുടെ ചെടിക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ. ഒരു തണ്ടിൽ തന്നെ ഒത്തിരി മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ടിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കറ്റാർവാഴ ആയാലും എന്തായാലും നമ്മൾ എന്ത് ഐറ്റത്തിനും നമുക്ക് ഈ ഒരു ടിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ മുളകൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുളകിന്. കാരണം മുളകൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കൊണ്ട് അത് വീണ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.